ട്രംപിന്റെ തീരുവ നയത്തിൽ അമർഷം പൂണ്ടിരിക്കുകയാണ് അമേരിക്കക്കാർ വരെ. ചൈനയോട് മൃദു സമീപനവും ഇന്ത്യയോട് കർക്കശ സമീപനവും. അപ്പോ UN അംബാസിഡർ ആയിരുന്ന നിക്കി ഹെയ്ലി തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ട്രംപ് എന്ത് ചെയ്യും? ശരിക്കും ട്രംപ് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതെ, അമേരിക്കയിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമ്മൾ ഇത് പുറത്തധികം അറിയുന്നില്ല. അവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇത് വലിയ രീതിയിൽ ട്രംപിനെ ഒറ്റപ്പെടുത്താനും ട്രംപിനെ പൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മോദിക്ക് വലിയ ജനപ്രീതിയുണ്ട് അമേരിക്കയിൽ ഉൾപ്പെടെ. മോദിയുടെ സമീപനങ്ങൾ അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, മോദി ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് വ്യതിചലിച്ചിട്ടില്ല. ഇപ്പൊ അത് ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിലാണെങ്കിലും റഷ്യ ഉക്രൈൻ വിഷയത്തിലാണെങ്കിലും ഇറാന്റെ കാര്യത്തിലാണെങ്കിലും മോദിക്ക് അന്നും ഇന്നും ഒരേ നയം, ഒരേ സ്വഭാവം, ഒരേ വാക്കുകൾ, ഒരേ തീരുമാനം, ഒരു വ്യത്യാസമില്ല. അപ്പൊ അമേരിക്കക്കാര് ഈ ഒരു സ്ഥിരതയാണ് അവരെ ആകർഷിച്ചിരിക്കുന്ന ഒരു പ്രധാന ഘടകം. അതേസമയം ട്രംപിനെ എടുത്ത് നോക്കൂ. ട്രംപ് ആദ്യം പറഞ്ഞതല്ല, തൊട്ടടുത്ത നിമിഷം മാറ്റി പറയുകയാണ്. പാകിസ്ഥാനോട് ഒരു നയം സ്വീകരിച്ച് ആദ്യം വലിയ രീതിയിൽ പാകിസ്ഥാനെ എതിർക്കുകയും പാകിസ്ഥാന്റെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്ത ട്രംപ് പിന്നീട് കാണുന്നത് പാക് സൈനിക മേധാവിയെ തന്നെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ചോറ് വിളമ്പുകയാണ്, സദ്യ വിളമ്പുകയാണ്. അപ്പൊ ഇതൊക്കെ ഈ അമേരിക്കക്കാർ ഇതിനൊന്നും അത്ര നിസ്സാരമായിട്ട് തള്ളുന്നവരോ കളയുന്നവരോ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കുടിയേറ്റ വിഷയത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ശുഷ്കാന്തി, ആ പറയുന്ന ആവേശം ഇപ്പൊ ഇല്ല. അപ്പൊ അതെവിടെ പോയി? ഇനി ചൈനയോട് വലിയ യുദ്ധം പ്രഖ്യാപിച്ചാണ് ട്രംപ്, ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചാണ് ട്രംപ് രംഗത്ത് വന്നത്. ഈ വാസ്തവം പറഞ്ഞ ചൈന ഒന്ന് പൂട്ടിട്ടാൽ അമേരിക്ക എന്താ പറയണ്ട, ചപ്പാള എടുക്കേണ്ട അവസ്ഥ വരും. കാരണം ചൈനയിൽ നിന്നാണ് ഒരുപാട് സാധനങ്ങൾ അമേരിക്ക വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് നിർത്താൻ പറ്റൂ? നിർത്തിയാൽ എന്തായിരിക്കും ഫലം? ഈ അമേരിക്കക്കാരെല്ലാം കൂടെ ചാടി വൈറ്റ് ഹൗസിൽ കയറി വൈറ്റ് ഹൗസ് അടിച്ചു തകർക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നീട്ടിക്കൊടുത്തത് അവർക്ക്. 90 ദിവസത്തേക്ക് ആ ഇത് തീരുമാനം നടപ്പാക്കുന്നത് 90 ദിവസത്തേക്ക് നീട്ടിവെച്ചതൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും പോകും. കാരണം ചൈനയോടൊന്നും അമേരിക്കക്ക് ഇപ്പോൾ അങ്ങനെ ഏറ്റുമുട്ടാനുള്ള ശക്തി ഇല്ല. അമേരിക്ക ദുർബലമാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി സമ്പദ് വ്യവസ്ഥ വളരെ താഴേക്ക് പോയിരിക്കുകയാണ്. വലിയ കടത്തിലാണ് അമേരിക്ക. ഓരോ പൗരനും, അവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും വലിയ കടത്തിലാണ് ജനിച്ചു വീഴുന്നത്. അതിന്റെ കാരണങ്ങളും കാര്യകാരണങ്ങളും ഒക്കെ വേറെ, നമ്മൾ അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇവിടെ ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യ എന്ന രാജ്യവുമായും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുമായും ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് അമേരിക്കക്കാർ വളരെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇത് അമേരിക്കയിലെ വലിയ വലിയ ഈ വ്യവസായ ഭീമന്മാരും അതുപോലെ തന്നെ ഈ ഭരണരംഗത്ത്, നയതന്ത്ര രംഗത്ത് ഒക്കെ പ്രവർത്തിച്ച ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച ആൾക്കാരും പറയുന്നത്, നിങ്ങൾ ഇന്ത്യയോട് ഒരു കാരണവശാലും ഏറ്റുമുട്ടാൻ നിൽക്കരുത്. ഇന്ത്യ ഒരു സഖ്യരാഷ്ട്രമാണ് അമേരിക്കയുടെ. എന്ന് മാത്രമല്ല, ഈ ഇൻഡോ പസഫിക് മേഖലകളിൽ ഒരു അമേരിക്ക പസഫിക് മേഖലയിലും ഇന്ത്യ ഇൻഡോ മേഖലയിലും ഉള്ള രാഷ്ട്രങ്ങളാണ്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഇൻഡോ പസഫിക് മേഖലകളിൽ ഒരു ശക്തമായ സഖ്യരാഷ്ട്രം അമേരിക്കയ്ക്ക് വേണം. അത് ഇന്ന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. അപ്പോൾ അവർ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ചൈനയെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയെ വിശ്വസിക്കൂ. നിങ്ങൾ ഈ താൽക്കാലിക ലാഭം പ്രതീക്ഷിച്ച് ചൈനയോട് കാണിക്കുന്ന ഈ മൃദു സമീപനം നിങ്ങൾ ഇന്ത്യയോട് കാണിക്കാതിരിക്കരുത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UN അംബാസഡർ നിക്കി ഹെയ്ലിയുടെ കാര്യം, അവർ എല്ലാ കാലത്തും ഈ ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളാണ്. അവർ വഹിച്ചിരുന്ന പദവികളിലെല്ലാം അവർ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് അവരാണ് ഇപ്പോൾ ട്രംപിന് ഉപദേശം കൊടുക്കുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾ ചൈനയോട് സ്വീകരിക്കുന്ന മൃദു സമീപനം നിങ്ങൾ ഇന്ത്യയോട് കാണിക്കുന്നില്ല. ചൈന നിങ്ങളോട്, ഇപ്പൊ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് കുറ്റമെങ്കിൽ ഈ ചൈനയും യൂറോപ്യൻ യൂണിയനും റഷ്യയെ ആശ്രയിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് അവരാണ്. അതുപോലെ ഈ പ്രകൃതിവാതകം വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ്. നിങ്ങൾ എന്തുകൊണ്ട് അത് കാണുന്നില്ല? അമേരിക്ക തന്നെ
ഈ റഷ്യയുമായിട്ട് പല വ്യാപാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഇന്ത്യക്ക് മേൽ ഈ കുറ്റം ആരോപിക്കുന്നത്. നിക്കി ഹേലിയുടെ വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ആ നിക്കി ഹേലി പറയുന്നതിനകത്ത് വളരെ അവർ പറയുന്നു, നിങ്ങൾ ഈ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. അത് ട്രംപിനല്ല ദോഷം ചെയ്യുന്നത്, അമേരിക്കയ്ക്കാണ് ദോഷം ചെയ്യുന്നത്. അവർ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഇപ്പോഴത്തെ ഈ ഇന്ത്യ അമേരിക്ക ബന്ധം തകർന്നാൽ അത് വലിയ തിരിച്ചടിയാകും എന്ന മുന്നറിയിപ്പും താക്കീതും നിക്കി ഹേലി നൽകുന്നുണ്ട് ട്രംപിന്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് ഈ എന്താ പറയാ, കിളിപോയ ഒരവസ്ഥയിലാണ് ട്രംപ് ഇപ്പൊ നിൽക്കുന്നതെന്നാണ് പൊതുവെ ലോകരാഷ്ട്രങ്ങളും ഈ പറയുന്ന നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. കാരണം ട്രംപ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അതിപ്പോ സാധാരണ മനുഷ്യന് വരെയും മനസ്സിലാവുന്നുണ്ട്. ഇത്രയും വലിയ വലിയ ആൾക്കാർ പറഞ്ഞു, സാധാരണക്കാർക്ക് വരെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ എന്താ പറയണ്ടേ, ഒരു പ്രതിസന്ധിയിലൂടെ അമേരിക്ക കടന്നു പോകുന്ന കാലത്ത് ആരോടും ഈ പറയുന്ന തരത്തിലുള്ള വെല്ലുവിളികളോ ഈ പറയുന്ന അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുകളോ ഒന്നും ഉണ്ടാക്കരുത്. നിക്കി ഹേലിയുടെ അഭിപ്രായം അതാണ്. ഇത് മാത്രമല്ല, ഈ ഇപ്പൊ നമ്മളിപ്പോ ഇറാനുമായിട്ടും നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ടല്ലോ. ഈ നാളെ ഇറാനുമായിട്ടൊരു സന്ധി സംഭാഷണം വേണ്ടി വന്നാൽ, ഇപ്പൊ ഇസ്രായേലിന് ഉൾപ്പെടെ വേണ്ടി വന്നാൽ, അത് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയെ ആശ്രയിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ, ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ഇന്ത്യ ഇതിലൊന്നും ഇടപെടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, രണ്ടുപേര് തമ്മിൽ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കും. ഞങ്ങൾ ആരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാനോ മധ്യസ്ഥത വഹിക്കാനോ ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ച് തീർക്കും. ഇതാണ് ഇന്ത്യ വളരെ പണ്ട് മുതലേ സ്വീകരിച്ചിരിക്കുന്ന നയം. അതിൽ മാറ്റം വരുത്താൻ മോദി തയ്യാറല്ല. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും വലിയ സമ്മർദ്ദം ഉണ്ടായിട്ട് നമ്മൾ മാറി നിന്നത്. അതുകൊണ്ടാണ് ഇനി ഈ ഇറാൻ ഇസ്രായേൽ വിഷയത്തിലും നമ്മൾ അങ്ങനെ മാറി നിൽക്കുകയാണ്. രണ്ട് രാഷ്ട്രങ്ങളുമായിട്ട് നമുക്ക് ഊഷ്മളമായ ബന്ധമാണ്. പക്ഷെ നമ്മൾ ഇതിലൊന്നും ഇടപെട്ടില്ല. അത് വരുമ്പോൾ നിങ്ങൾ സംസാരിച്ച് തീർക്കില്ല, ഞാൻ അതിലെന്ത് പറയാനാ. ഇതാണ് ഇന്ത്യയുടെ ഒരു നയം. അപ്പൊ ഈ അങ്ങനെ വളരെ സമർത്ഥമായിട്ട് ലോകരാഷ്ട്രങ്ങളും എല്ലാവരുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുത് എന്നാണ് ഈ നിക്കി ഹേലി വാദിക്കുന്നത്. അവര് റിപ്പബ്ലിക്കനും കൂടിയാണ് കേട്ടോ പ്രശാന്ത്. അല്ല, അത് അവിടുത്തെ രാഷ്ട്രീയത്തെ നമ്മൾ നോക്കണ്ട. അല്ല, ഞാൻ പറയാം, അത് ശരിയാണ്. പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഇതെല്ലാം ഇപ്പൊ ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളാണോ അനുകൂലികളാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അല്ല, അവരും കൂടി ഇദ്ദേഹത്തിന്റെ എതിരാണ്. അതെ, വലിയൊരു ഇഷ്യൂ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ട്രംപ് ഒറ്റപ്പെട്ടിരിക്കുന്നു. ട്രംപ് വാസ്തവത്തിൽ അമേരിക്കയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കരുതുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു എന്താ പറയണ്ട ഈ കാര്യത്തിലൊക്കെ ഒരു മേൽക്കൈ കിട്ടും. പക്ഷെ ആ മേൽക്കൈ ഒന്നും വാസ്തവത്തിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ശക്തിയായിട്ട് നമ്മൾ കരുതണ്ട. അവിടെ വലിയ രീതിയിൽ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അമേരിക്കയിൽ. അമേരിക്ക അങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ഇത്തരത്തിലുള്ള ഇത് നടത്തി. അമേരിക്കക്കാർക്ക് എപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങളാണ്. അവരൊരിക്കലും മറ്റുള്ളവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അങ്ങ് മരിച്ചു പണിയെടുക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവർക്ക് അവരുടെ കാര്യമാണ് വലുത്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ വലിയ അപകടം ചെയ്യുമെന്ന് ഒരു ശരാശരി അമേരിക്കക്കാരന് പോലും തോന്നുന്നെങ്കിൽ ട്രംപിന്റെ കിളി പോയിരിക്കുകയാണെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പൊ ഇവിടെ പിന്നെ ഇതിനെല്ലാം അപ്പുറത്ത് നരേന്ദ്രമോദി എന്ന നേതാവിന് ലോകമെങ്ങും കിട്ടുന്ന സ്വീകാര്യത. അപ്പൊ ഞാൻ ബ്രസീലിന്റെ ഒക്കെ വിഷയത്തിലേക്ക് വരുന്നില്ല, അത് നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഈ പറയുന്നത് പോലെ ലോകമെങ്ങും ഇവർക്ക് കിട്ടുന്ന സ്വീകാര്യത, നരേന്ദ്രമോദിക്ക് കിട്ടുന്ന സ്വീകാര്യത, ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ച, സമ്പദ്ഘടനയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. അപ്പോൾ അതും ട്രംപിനൊരു അസൂയ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ സമീപ ഭാവിയിൽ 3ലേക്ക് കയറും. ഇതൊക്കെ 3ലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയാണ്. ഈ ചൈനയെ പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ചൈനയും ഇന്ത്യയുമായിട്ട് ഈ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. പക്ഷെ എന്നാലും ഈ കുതിപ്പ് തുടർന്ന് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 2047 ആവുമ്പോൾ ഇന്ത്യ ഒരു ശക്തമായ വികസിത രാഷ്ട്രമായി മാറും. ഇത് ട്രംപിനറിയാം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ കച്ചവടങ്ങളെല്ലാം നടക്കാൻ
നടക്കില്ല അതെ, എന്ന തിരിച്ചറിവും ട്രംപിനുണ്ട്. ഉം. ഇതൊക്കെയാണ് ഈ ട്രംപിനെ വെകളി ബാക്കി പിടിപ്പിക്കുന്നത്. രാജ്യങ്ങൾ അവർക്കായിരിക്കും താരിഫ് വെക്കുക. അപ്പൊ മറ്റുള്ള ഇപ്പൊ തന്നെ നോക്കൂ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അടക്കം ഇന്ത്യയുമായിട്ട് വ്യാപാരം ഉണ്ടാക്കാനും ഇന്ത്യയുമായിട്ട് കൂടുതൽ ശക്തമായ ബന്ധം ഉണ്ടാക്കാനും സഖ്യരാഷ്ട്രമാകാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അതെ, അതെ. UN പോലും അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണല്ലോ അതിന് പകരം ബ്രിക്സും അതെ, അതെ. ഈ G20 ഒക്കെ വരുന്നത് അങ്ങനെയാണല്ലോ. UN ഒരു 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 മേൽക്കോയ്മ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. UN ഇപ്പൊ വലിയ ഇതൊന്നുമില്ല. അത് അമേരിക്ക ഫണ്ട് ചെയ്ത് നിലനിർത്തിയിരിക്കുന്ന ഒരു ഏജൻസി അതെ, എന്ന മട്ടിലേക്ക് UN പോലും ചുരുങ്ങിയിരിക്കുന്നു. അതെ, അതെ. അവിടെയാണ് പുതിയ ബന്ധങ്ങളും താല്പര്യങ്ങളും അതെ. പുതിയ ലോകക്രമങ്ങളും ഒക്കെ ആയിട്ട് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ മുന്നോട്ട് ബ്രസീലും ഒക്കെ. വരുന്നത്. അതെ, അതെ. അതിന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നു, യൂറോപ്യൻ യൂണിയൻ ഒരു പരിധി വരെ പിന്തുണയ്ക്കുന്നു. അവർക്ക് ഈ എന്തെങ്കിലും വേണോ? കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അതെ, ഈ അതെ. ഏഷ്യയെ ആശ്രയിച്ച് റഷ്യയൊക്കെ ആശ്രയിച്ചാലേ പറ്റുള്ളൂ പറ്റും. പലയിടത്തും. അതെ. അതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ട്രംപ് വാസ്തവത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് നിക്കി ഹേലിയുടെ സ്റ്റേറ്റ്മെന്റോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ട്രംപിന് മറ്റു വഴികളൊന്നുമില്ല. ഇല്ല. ചൈനയോട് കോംപ്രമൈസ് ചെയ്തതുപോലെ ഇന്ത്യയോടും കോംപ്രമൈസ് ചെയ്യുക, മുട്ടുമടക്കുക എന്നല്ലാതെ ട്രംപിന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഒന്നുമില്ല.